വിസ്മയ മോഹൻലാലും ആശിഷ് ജോ ആന്റണിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ തുടക്കം തിയേറ്ററുകളിൽ വൻ വിജയം നേടി മുന്നേറുകയാണ്. ചിത്രം റിലീസായി ഓരോ ദിവസം പിന്നിടുമ്പോഴും ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനിൽ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. മാത്രമല്ല, ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രം 24 മണിക്കൂറിനുള്ളിൽ 1.57 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച തുടക്കമെന്ന ചിത്രം ആഗോളതലത്തിൽ തിയേറ്ററുകളിൽ ഗംഭീര വിജയം നേടി മുന്നേറുകയാണ്. വിസ്മയ മോഹൻലാലും ആശിഷ് ജോ ആന്റണിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ജൂഡ് ആന്റണി ജോസഫാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണം നേടിയ ചിത്രത്തെ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച 2 മണിക്കൂർ 19 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിന് UA16+ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്. ഒരു കൊച്ചു കുടുംബ ചിത്രമെന്ന നിലയിലാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തെ വിശേഷിപ്പിച്ചതെങ്കിലും പ്രേക്ഷകർക്ക് അതിലും വലിയൊരു സർപ്രൈസ് അനുഭവം നൽകാൻ സിനിമയ്ക്ക് കഴിഞ്ഞുവെന്ന് സിനിമ കണ്ടിറങ്ങിയവർ അഭിപ്രായപ്പെടുന്നു. ചിത്രം റിലീസായി ഓരോ ദിവസം പിന്നിടുമ്പോഴും ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനും കുതിച്ചുയരുകയാണ്. ആദ്യ ദിനത്തിൽ മലയാളത്തിൽ നിന്ന് മാത്രം 2.55 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. എന്നാൽ രണ്ടാം ദിവസം കളക്ഷൻ ഉയർന്ന് 3.6 കോടി രൂപയിലേക്ക് എത്തി. വാരാന്ത്യത്തിൽ 4.25 കോടി രൂപയായി തുക വീണ്ടും ഉയർന്നു. ആഗോളതലത്തിൽ നിന്ന് ഇതുവരെയായി 23.46 കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. വിദേശ വിപണിയിൽ നിന്ന് 11.4 കോടി രൂപയും ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷൻ 12.06 കോടി രൂപയും നെറ്റ് കളക്ഷൻ 10.4 കോടി രൂപയുമാണ് ചിത്രത്തിന് ഇതുവരെ ലഭിച്ചത്. മലയാളത്തിൽ നിന്ന് മാത്രം ഇതുവരെ 10.4 കോടി രൂപ ചിത്രം സ്വന്തമാക്കി. അതോടൊപ്പം ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രം 24 മണിക്കൂറിനുള്ളിൽ 1.57 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. വരും ദിവസങ്ങളിലും ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. വിസ്മയ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായതിനാൽ തന്നെ ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്കും പ്രതീക്ഷകൾ ഏറെയായിരുന്നു. ആ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കുന്ന പ്രകടനം തന്നെ വിസ്മയ കാഴ്ചവെച്ചുവെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെക്കുറിച്ചാണ് ചിത്രം പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് നേരെ ഉയരുന്ന തുറിച്ചുനോട്ടങ്ങളിൽ തുടങ്ങി ആക്രമണങ്ങളിലേക്കും അതിനെതിരായ പ്രതിരോധത്തിലേക്കും നീങ്ങുന്ന സാഹചര്യങ്ങളാണ് ചിത്രത്തിന്റെ കഥാപശ്ചാത്തലം. 26 വയസ്സുകാരിയായ മീനു എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ മുന്നോട്ടു പോകുന്ന ചിത്രം സമൂഹത്തിൽ നിന്ന് അവൾക്ക് നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങളെയും സമ്മർദ്ദങ്ങളെയും തുറന്നു കാണിക്കുന്നുണ്ട്. പതുക്കെ ആരംഭിക്കുന്ന ചിത്രം പിന്നീട് ആക്ഷന് പ്രാധാന്യം നൽകുന്ന രീതിയിലേക്ക് മാറുകയാണ്. കഥയുടെ വൈകാരിക തലങ്ങൾക്കൊപ്പം ആക്ഷൻ രംഗങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. യാനിക് ബെന്നും സ്റ്റൺ സിൽവയുമാണ് ചിത്രത്തിന്റെ സംഘടന രംഗങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ ആക്ഷൻ രംഗങ്ങളുടെ തീവ്രത വർദ്ധിക്കുകയും തിയേറ്ററിൽ കയ്യടി നേടുകയും ചെയ്യുന്നുണ്ട്. ഒരു പുതുമുഖ താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ആത്മവിശ്വാസമാണ് വിസ്മയുടെ പ്രകടനത്തിൽ കാണാനാകുന്നതെന്ന് പ്രേക്ഷകർ പ്രതികരിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.